നമ്മുടെ വി കെ ബൈജു വീണ്ടും അറസ്റ്റിലായി. വി കെ ബൈജുവിനെ പലരും വിളിക്കുന്നത് ഫ്ലൂട്ട് ബൈജു എന്നാണ്. എന്തുകൊണ്ടാണെന്ന് പൊളിറ്റിക്സ് കേരളയ്ക്ക് അറിയില്ല. ഫ്ലൂട്ട് ബൈജു എന്നാണ് അറിയപ്പെടുന്നത്. ഇയാൾ പൂക്കോട്ടുപാടം സ്വദേശിയാണ്. മലപ്പുറം പൂക്കോട്ടുപാടം സ്വദേശി. മുമ്പ് ഇയാളെ അറസ്റ്റ് ചെയ്തത് മറ്റൊരു കേസിലായിരുന്നു. പെരിന്തൽമണ്ണ മണയിൽ ബസ് സ്റ്റാൻഡിനടുത്ത് ആര്യാസ് ഹോട്ടൽ ഉടമ അബ്ദുൾ റഹ്മാനെതിരെ യൂട്യൂബിൽ മതവിദ്വേഷ പ്രചരണം നടത്തി. ഇതിന് ഇയാളെ അറസ്റ്റ് ചെയ്തു. ആര്യാസ് എന്ന പേരിൽ വെജിറ്റേറിയൻ ഹോട്ടൽ നടത്തുന്നതും ഹോട്ടൽ മാനേജറുടെ മേശപ്പുറത്ത് ഗണപതി വിഗ്രഹത്തിന് സമാനമായ ഒരു പ്രതിഭ കണ്ടെത്തിയതുമാണ് നമ്മുടെ ഫ്ലൂട്ട് ബൈജുവിനെ പ്രകോപിതനാക്കി മാറ്റിയത്. യൂട്യൂബറായ ബൈജുവിനെതിരെ അന്ന് പോലീസ് കേസെടുക്കുകയും ഇയാൾ റിമാൻഡിലാകുകയും ചെയ്തു. ഇയാൾക്കെതിരെ പലവിധത്തിലുള്ള കേസുണ്ട്. വർഗീയ വിദ്വേഷ പ്രചരണം നടത്തുക മാത്രമല്ല ഇയാൾ ചെയ്യുന്നത്. സംഖ്യയായ നമ്മുടെ ബൈജു ഇയാള് പൊതുസ്ഥലത്ത് മദ്യപിക്കുക, റോഡിൽ ഗതാഗത തടസ്സം സൃഷ്ടിക്കുക, പലിശയ്ക്ക് പണം കൊടുക്കുക, പട്ടികജാതി അതിക്രമം, മാനഭംഗം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ നടത്തുക, ഇതിനൊക്കെ ഇദ്ദേഹത്തിനെതിരെ കേസുണ്ട്. പൂക്കോട്ടുപാടം, കാടാമ്പുഴ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ വിവിധ കേസുകൾ ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പൂക്കോട്ടുപാടം സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിലും ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട്. പലവിധത്തിലുള്ള അസാൻമാർഗിക പ്രവർത്തനങ്ങൾ നടത്തി കോടികൾ സമ്പാദിച്ചു ഫ്ലൂട്ട് ബൈജു എന്നാണ് അവിടുത്തെ ആൾക്കാർ പറയുന്നത്. സാഹോദര്യം തകർക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇയാൾ മുമ്പ് പെരിന്തൽമണ്ണയിലെ ഹോട്ടലിൽ കയറി വിദ്വേഷ പ്രചരണം നടത്തിയത്. അന്ന് പോലീസ് തൂക്കിയെടുത്തു. കയ്യിലെ വിലങ്ങൊക്കെ ഇങ്ങനെ കാണിച്ച് സ്വാതന്ത്ര്യ സമര സേനാനി പോകും പോലെ ജയിലിലേക്ക് പോകുന്ന ബൈജുവിനെ കണ്ട് സംഘികൾ കോൾമേർ കൊണ്ടു. എന്തായാലും ഇപ്പോൾ ബൈജുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എറണാകുളം പോലീസാണ്. എറണാകുളം സൗത്ത് പോലീസാണ്. സൗത്ത് CI പ്രതാപചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പോലീസാണ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. സംഭവം ഒരു ഓൺലൈനിൽ പ്രവർത്തിക്കുന്ന യുവതിക്കെതിരെ അവരെ തികച്ചും തേജോവധം ചെയ്തുകൊണ്ട് ഫ്ലൂട്ട് ബൈജു വീഡിയോ ചെയ്തു. അവരുടെ 6 വയസ്സുള്ള പെൺകുട്ടിയെ പോലും മതത്തിന്റെ മേലങ്കി അണിയിച്ച് ഇദ്ദേഹം വീഡിയോ ചെയ്തു. അവർ മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീ ആയതുകൊണ്ടാണ് ഇത്രയും ശക്തമായ ഒരു വീഡിയോ നമ്മുടെ ഫ്ലൂട്ട് ചെയ്തത്. എന്തായാലും അവർ പരാതി കൊടുത്തു. പരാതിയിന്മേൽ എറണാകുളം സൗത്ത് പോലീസ് നടപടിയെടുത്തു. തൂക്കിയെടുത്ത് അകത്താക്കിയാലും ഫ്ലൂട്ട് ഇറങ്ങി. കാരണം പിന്നിൽ സംഘപരിവാർ എന്ന് പറഞ്ഞ വലിയൊരു പ്രസ്ഥാനമുണ്ട് അയാളുടെ പിന്നിൽ. എന്തു തെണ്ടിത്തനം അയാൾ കാണിച്ചാലും അവർ സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് ഫ്ലൂട്ടിന് അതൊന്നും ഒരു പ്രശ്നമായി മാറില്ല. പക്ഷേ ഇയാളെ കണക്കുള്ള വിവരം കെട്ട കുറെ ജന്മങ്ങൾ കേരളത്തിലുണ്ട്. ഇതുവരെ ഇയാൾ നിരന്തരം വർഗീയ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുകയാണ്. CPM-നെ എതിർത്തുകൊണ്ടുള്ള വീഡിയോകൾ നിരന്തരം ചെയ്യുന്നു. എന്തായാലും ഇത്തവണ പോലീസ് ഫ്ലൂട്ട് ബൈജുവിന്റെ ആസ്ഥാനമൊക്കെ റെയ്ഡ് ചെയ്ത് കമ്പ്യൂട്ടറുകളും ഈ സ്ത്രീയെ അപകീർത്തിപ്പെടുത്താൻ ഉപയോഗിച്ച ഉപകരണങ്ങളും ഒക്കെ പിടിച്ചെടുത്തു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അകത്തുമായി. കുറെ കാലമായി കേരള സമൂഹത്തിൽ ഇയാൾ മതവിദ്വേഷം നടത്തുന്നു. ജാമിത ടീച്ചറും ഇയാളും കൂടെ ചേർന്നുള്ള അഭിമുഖമൊക്കെ വലിയ ദുരന്തമായി മാറി. രണ്ടുപേരും കൂടെ ഇരുന്ന് ജിഹാദി എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തെ അപമാനിച്ചു. ഇയാൾ എന്ത് പറഞ്ഞാലും ഒരു സെക്കൻഡിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും ജിഹാദി എന്ന് പറയും. മുഹമ്മദ് നബിയെ പോലും അപമാനിച്ചുകൊണ്ട് കേരളത്തിലെ മതേതര സ്വഭാവത്തിനെതിരെ ഇയാൾ നിരന്തരം വീഡിയോ ചെയ്തു. ആ വീഡിയോയാണ് ഇപ്പോൾ നമ്മുടെ ഫ്ലൂട്ട് ബൈജുവിന് വിനയായി മാറിയിരിക്കുന്നത്. പല വിധത്തിലുള്ള കേസുകൾ ഇയാളെ ചുറ്റിപ്പറ്റിയുണ്ട്. റിയൽ എസ്റ്റേറ്റ്, ഗുണ്ടായിസം, അങ്ങനെയുള്ള പല കേസുകൾ അതൊക്കെ ഇയാൾക്കെതിരെയുണ്ട്. പക്ഷേ പോലീസ് ഇപ്പോഴാണ് ആക്റ്റീവായത്. പലരും ഇയാളെ പേടിച്ച് പരാതി കൊടുക്കാൻ മടിച്ചു എന്നാണ് പൊളിറ്റിക്സ് കേരള മനസ്സിലാക്കുന്നത്. എന്തായാലും ആ യുവതി ധൈര്യപൂർവ്വം പരാതി കൊടുത്തിരിക്കുന്നു. സംഘികളുടെ പ്രിയതോഴൻ ഫ്ലൂട്ട് ബൈജു അകത്തായി.